എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ, എഴുത്തുകാരൻ സേതുവിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കഥ മലയാളത്തിലെ ഒരു പ്രമുഖ വാരികയിൽ കപ്പൽ ഛേദം എന്നാണ് അതിൻ്റെ പേര്. ആ കഥയുടെ ഉള്ളറകൾ പശ്ചാത്തലം തേടിയുള്ള ഒരു യാത്രയിലാണ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള എഴുത്തുകാരൻ PM ഷുക്കൂറും നാസർ എന്നിവരോടൊപ്പം ഞങ്ങളിന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് കപ്പൽ ഛേദം എന്ന് പറയുന്ന ആ കഥയുടെ ഉള്ളറകളിലേക്ക് സേതു സാറിനോടൊപ്പം കടന്നു ചെല്ലാം. അതായത് ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലങ്ങളായി സാറ് ഇങ്ങനെ ഒരു കഥ കപ്പൽ ഛേദം പോലെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പഴയ സേതുവിനെ വീണ്ടെടുത്ത പോലെ ഒരു അനുഭവം, സ്വയം മറന്ന് ആസ്വദിച്ച് എഴുതിയ ഒരു വല്ലാത്തൊരു തോന്നൽ എനിക്കുണ്ടായി. അതാണ് ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഈ സംഭവം ഇതിങ്ങനെ രൂപപ്പെട്ടു വരാൻ? അല്ല, അതിൽ ഷുഗർ പറഞ്ഞ പോലെ സ്വയം ആസ്വദിച്ച് എഴുതിയതാണ്. വളരെ കാലത്തിന് ശേഷം അങ്ങനെയാണ്. കാരണം നമുക്ക് എഴുത്തുകാരനെ എഴുതുമ്പോഴും എഴുതി കഴിയുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു രസമുണ്ടല്ലോ, ആസ്വാദനത്തിൻ്റെ. എഴുത്തുകാരൻ സ്വയം നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണല്ലോ, അതൊക്കെ കൃത്യമായിട്ടൊരു ബോധമുണ്ടാവും. ഇപ്പം ഇതിൽ വേറെ ഒരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കഥാപരിസരം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ നാടാണ്, ജനിച്ച് വളർന്ന ചേന്നമംഗലം. അപ്പം അവിടെ ഒരു 7 തുരുത്തുണ്ട്. ചേന്നമംഗലം അതിലൊരു വലിയ തുരുത്താണ്. ഇപ്പോൾ വലിയ ഒരു വികസിച്ച ഗ്രാമമായി കഴിഞ്ഞു. അതിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന തുരുത്തുകളൊക്കെ ഏതോ പ്രളയകാലത്ത് പൊങ്ങി വന്നതാണ്, തന്നെ പൊങ്ങി വന്നതാണ്. ഇപ്പം അങ്ങോട്ടൊക്കെ പാലമായി. ഇപ്പം എൻ്റെയൊക്കെ ഞാൻ അവിടെയുള്ള കാലത്ത് അതെല്ലാം കടത്തുവഞ്ചിയായിരുന്നു. അപ്പം നമ്മുടെ ഒരു മനസ്സിൽ കടത്തുവഞ്ചി, കടത്തുകാരൻ, ജലസ്പർശം. കാരണം ഈ പുഴ, വെള്ളം, പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പം ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലും ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു, പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ. അപ്പോൾ ആ ചൂട് വരണ്ട കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പച്ചപ്പും വെള്ളം, കാറ്റുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ കാലഘട്ടത്തിൽ കടന്നു പോവുകയാണ്. പിന്നെ ഈ അന്ത്രോസ് എന്ന് പറയുന്ന പയ്യൻ സ്വാഭാവികമായിട്ട് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരാളാണ്. കാരണം അയാളുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അല്ല, ഇതിപ്പം ഒരു പക്ഷേ ചെറുപ്പത്തിൻ്റെ കാര്യങ്ങൾ അബോധതലത്തിൽ ഒരു പക്ഷേ എഴുത്തിൻ്റെ നിമിഷത്തിൽ കടന്നു വന്നതായിരിക്കാം. പക്ഷേ ഈ ആന്ത്രോ എന്ന് പറയുന്ന ആന്ത്രേസ് എന്ന് പറയുന്ന കഥാപാത്രം, അതിൽ സാർ അതിന് ഒരുപാട് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് വളരെ ഒതുക്കി പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ കഥാപാത്രത്തിന് അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് കഥാപാത്രങ്ങൾ അതിൽ മുമ്പിട്ട് നിൽക്കുന്നത്. അല്ല, എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റണം. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ മിക്ക പ്രധാന കഥകളും അപൂർണമാണ്, പാണ്ഡവപുരം തൊട്ട് പലതും. അല്ല, അതാണ് കഥകൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു. അതെ, അത് പൂരിപ്പിക്കേണ്ടത് നല്ല വായനക്കാരനാണ്. ഒരു 50 തരത്തിലോ 100 തരത്തിലോ പൂരിപ്പിക്കാം. അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ മാനസികാവസ്ഥ ഞാൻ എപ്പോഴും ആവർത്തിക്കാറുള്ളത്, എനിക്ക് കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത് അവസ്ഥയിൽ കൂടി എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് എന്ന് പറയും, മനുഷ്യാവസ്ഥ. ഓരോരുത്തരുടെയും അയാൾ ചെന്നുപെടുന്ന ദുർഘടങ്ങൾ, അയാളുടെ സന്ദേഹങ്ങൾ, ആശങ്കകൾ. അപ്പോൾ അതിൽ നിന്ന് അയാളുടെ അവസ്ഥയിൽ നിന്ന് താനും ഒരു കഥാപാത്രം രൂപം കൊള്ളുകയാണ്. അപ്പോൾ അവസ്ഥയാണ് ഏറ്റവും പ്രധാനം. അതാരാവാം, ആണാവാം, പെണ്ണാവാം, കൊച്ചുകുട്ടിയാവാം, ഒരു മുത്തശ്ശിയാകാം. ഇവിടെ ഏഷ്യത്താത്തി എന്ന് പറയുന്നത് ഇയാളുടെ മുത്തശ്ശിയാണ്. അപ്പോൾ ഇവിടെ ഈ പയ്യനെ സംബന്ധിച്ചോളം അയാളുടെ അപ്പനും അമ്മയും ചെറിയ പ്രായത്തിൽ പോയി. അപ്പൻ ഇട്ടേച്ച് പോയതാണ്, അമ്മ കൊച്ചായിരുന്നപ്പോഴേ പോയി. അപ്പോൾ ആകെ കാണുന്ന മുത്തശ്ശിയാണ്. മുത്തശ്ശി വലിയ സ്നേഹത്തോടെ വളർത്തുന്നു. അല്ല, അതിൻ്റെ ഈ കഥയൊരു പ്രത്യേകതയായിട്ട് വളരെ അത് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതായത് ഇതിൻ്റെ അകത്ത്
ഒരു ഈ ആദിമമായിട്ടുള്ള ഒരു കഥ പറച്ചിൽ പ്രവണതയുടെ ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്ലസ് ആയിട്ടൊരു പോയിന്റ്. അതായത് കഥ പറയാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു അതിന് ഒരു താളബോധം, ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഈ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കഥ പറയില്ലേ, ഒന്ന് തൊട്ടൊന്നിലേക്ക് പോകുന്ന രീതിയിൽ. അതെ. അങ്ങനെ വലിയൊരു അല്ല, അത് ഞാൻ മനഃപൂർവ്വം ഒരു മാറ്റം ആഗ്രഹിച്ചാണ്. അപ്പം എൻ്റെ പല കഥകളിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നമ്മൾ നാട്ടിൻപുറത്തിനൊരു താളമുണ്ട്, പുഴയുടെ വെള്ളം ഒഴുകുന്നതിനൊരു താളമുണ്ട്, കാറ്റിൻ്റെ ഒരു താളമുണ്ട്. അപ്പോൾ ആ നാട്ടിൻപുറത്തിൻ്റെ ഒരു താളം ആവാഹിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. അത് ഞാൻ വിജയിച്ചിട്ടോ ഇല്ലെന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പം അടിസ്ഥാനപരമായിട്ട് രണ്ട് വാചകങ്ങൾ തമ്മിൽ ഘടിപ്പിക്കുന്നിടത്ത് അങ്ങനെ നമ്മൾ ഒരുതരം മേളം പോലെയാണ്. പല പല വാചകങ്ങൾ ചേർന്ന ഒരു പാരഗ്രാഫ് ഉണ്ടാകുമ്പോൾ അതൊരു മേളം പോലെയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ശ്രമിച്ചത് വാസം പറയാൻ. അല്ല, ഇതിനകത്ത് ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പ്രത്യേക തരത്തിലാണ് സാറിൻ്റെ അകത്ത് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊരു മൂന്നാമത്തെ ഖണ്ഡിക, 40 കുടുംബങ്ങളുള്ള തുരുത്തി, 80 കാതുകളും 400 നാവുകളും, തുരുത്തിലെ മരങ്ങളിലും ചെടിക്കൊമ്പുകളിലും ഇലപ്പടപ്പുകളിലും പതിച്ചു വെച്ച കാതുകളും നാവുകളും, അന്തി ഇരുളുന്നതോടെ അന്നത്തെ നുറുങ്ങുകൾ പെറുക്കിയെടുത്ത് പുഴവെള്ളത്തിൽ എറിഞ്ഞു കളയുന്നുണ്ട് കരക്കാർ. വല എറിഞ്ഞു പിടിച്ച് തരം തിരിച്ച് ഈടൂർ പുളവയെ മാത്രം അക്കരയിലെ കാതുകളിലേക്ക് എത്തിക്കുക എന്നത് പുഴവെള്ളത്തിന്റെ കർമ്മം. വെയിലും മഴയും മഞ്ഞും മറന്ന് വർഷങ്ങളായി നടത്തിപ്പോരുന്ന പാവനകർമ്മം. അല്ല, ഞാനത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അല്ലല്ല, അതിലെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൻപുറങ്ങൾ കരക്കമ്പി എന്ന് പറയും. ഒരു കരയിൽ നിന്ന് വേറെ കരയിലേക്ക് ഈ വാർത്തകൾ പോകുന്നത്, പ്രത്യേകിച്ചും പരദൂഷണം അല്ലെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള ചില വിഷയങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ഈ തുരുത്തുകളെ വേർപെടുത്തുന്നത് വെള്ളമാണ്, പുഴയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ കൂടി ചുരുട്ടി പുഴയിലെറിയും. ഓളം അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അത് അവിടുത്തെ ആളുകൾ പിടിച്ചെടുത്തിട്ട് അടുത്ത കരയിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമായിട്ട് തോന്നിയത് എനിക്ക്. പിന്നെ എനിക്കത് നല്ല രസമായിട്ട് എനിക്കും തോന്നി. രസമായിട്ടു. കാരണം അതൊരു നാട്ടിൻപുറത്തെ ജീവിതം നമ്മൾ ഈ പട്ടണങ്ങളിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് പണ്ടത്തെ ഒരു പ്രയോഗമുണ്ട്, കരക്കമ്പി. ഈ പണ്ടൊക്കെ ഈ വൈദ്യുതി ലൈനൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് ഇതൊക്കെ നടന്നിരുന്നത്? അതിനൊരു അദൃശ്യമായ കമ്പി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഇത് വായിച്ച പെട്ടെന്ന് നോക്കുന്നത് നിയോഗത്തിലെ ആ ഒരു സംഭവം, ആ കാർട്ടൂം എന്ന് പറയുന്ന മറ്റേ അവരിങ്ങനെ കാറ്റ് പറയുന്നു, കാറ്റിനോട് ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു സേതുവിൻ ശൈലിയാണ്. അല്ല, അത് ഓരോ കഥയ്ക്കും ഒരു ശൈലി വാർന്ന് വീഴുകയാണ്. ഇപ്പോൾ ദൂതിൻ്റെ ശൈലി അല്ലല്ലോ മറ്റു കഥകൾ. ഇപ്പം നമ്മൾ ഈ കഥയ്ക്കുള്ള നമ്മൾക്കൊരു എല്ലാം കൂടി മനസ്സിൽ കിട്ടിയാൽ, അതിൻ്റെ സ്ട്രക്ചർ കിട്ടിയാൽ, അതിൻ്റെ ശൈലി സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ആദ്യം തുടക്കം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവുകയാണ്. അപ്പോൾ അതാണ് ആസ്വദിച്ചുള്ള എഴുത്ത്. അതെപ്പോഴും കിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കഥ ഞാൻ എഴുതി എനിക്കൊന്നൊരു കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ കാലബോധം അറിയാതെ വരുന്നതാണ്. അത് എപ്പോഴും ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്ലേ എന്ന് പറയുന്ന പാണ്ഡവരത്തിലാണ്. കാലത്തെ തിരിച്ചും മറിച്ചിട്ട് ഉരുട്ടി കളിക്കുക. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഇവിടെ ഒരു ഘട്ടത്തിൽ ഒരു കാലം അങ്ങനെ കടന്നു പോകുന്നുണ്ട്, അറിയാതെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാനം ഉണ്ടല്ലോ ആ മാഷ്, അത് ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. ആ മാഷ് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന, ഒരു കുറ്റബോധത്തോട് അന്തം വിട്ട് നിൽക്കുന്നേക്കാം. അത് വേറൊരു കാലമാണ്. ഈ കഥാപാത്രങ്ങളുടെ മാറ്റത്തിലൂടെ നമുക്കത് വ്യക്തമാണല്ലോ. ഓരോ കഥാപാത്രത്തിൻ്റെ ഓരോ മാറ്റങ്ങളിലൂടെ ഇപ്പോൾ അവന് ഗർഭം ധരിച്ചിരുന്ന അവൻ്റെ അമ്മ, അവർ വെള്ളത്തിൽ പോകുന്നു, ഇത് ഇങ്ങനൊരു സംഭവം. അതിനുശേഷം അവനുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്മാ പോവാണല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു സംശയമല്ല, ഇവന് ഈ വെള്ളത്തോടും അതിൻ്റെ കാര്യങ്ങളോടൊക്കെ ഇത്രയധികം ഒരു താല്പര്യം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, അത് തുരുത്തിലെ വളർച്ചയാണ്. അവൻ്റെ വീട്ടിലെ ഉമ്മറത്ത് നിന്നാലേ പുഴ കാണാം.
അപ്പോൾ അവൻ ഈ ബ്ലാങ്കായിട്ട് ഇരിക്കുന്ന മനുഷ്യനാണല്ലോ, ഈ നോട്ടം ഇങ്ങനെ നോട്ടമാണല്ലോ. അപ്പോൾ ആ നോട്ടത്തിൽ അവൻ്റെ മനസ്സിൽ നിന്ന് ആയിരിക്കണം ഈ കപ്പലൊക്കെ മുളച്ചത്. കാരണം ഇവൻ്റെ എങ്ങനെ ഇവൻ ആ ഗ്രാമങ്ങൾക്ക് അടുത്ത ഗ്രാമത്തിനപ്പുറം പോയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഇവൻ കൊച്ചിയിൽ പോയിട്ട് കപ്പലിൻ്റെ ഇൻ്റർവ്യൂ നടത്തി എന്നൊക്കെ താറ്റി പറയുന്നുണ്ട്. അതെല്ലാം അവൻ്റെ സ്വപ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഈ അവൻ്റെ സങ്കല്പം തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധി വളരെ ഷാർപ്പായിരിക്കും. അപ്പോൾ അവൻ്റെ സങ്കല്പം വളരെ ഷാർപ്പായിരിക്കും. അപ്പോൾ അവൻ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഈ പുഴയൊക്കെ കാണുന്ന ആൾക്ക് പിന്നെ അടുത്ത സ്വപ്നം എന്താ? കടലാണ്. കടൽ കണ്ടിട്ടില്ലേ അവൻ? കടലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? ഇപ്പം ഇവിടെയാണ് ഈ ആൻ്റപ്പൻ്റെ വള്ളമാണ്, അവിടെയാണ് കപ്പലാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് പോകുമ്പോഴാണ് അവൻ ഒരു സിനിമ കണ്ടിട്ടില്ല, ടി വി ഇല്ല, ഈ കടൽ കൊള്ളക്കാരനക്കാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അസാമാന്യമായ ഭാവനാശക്തികൾ ഒരു പയ്യനെ സംബന്ധിച്ചോളം അയാൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീരുകയാണ്. അത് നമ്മൾക്ക് അയാൾക്ക് ഇതിന്ന് സ്വയം വേർപെടുത്താൻ കഴിയുന്നില്ല. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നുള്ളത് വേർപെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു ഈ സ്വപ്നാവസ്ഥയിലേക്ക് അവൻ പോകുന്നതിനുള്ള കാരണം അവൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ഒറ്റപ്പെടലും അനാഥത്വവും ശൂന്യത, ഇതൊക്കെ ഇങ്ങനെ അവൻ്റെ കൂടുതൽ സംഭവങ്ങൾ മെനയാൻ അവനെ പ്രേരിപ്പിച്ച് കാണില്ലേ എന്നുള്ളതാണ്. അതെ, ആ ശൂന്യത ആയിരിക്കില്ലേ അവൻ? തീർച്ചയായിട്ടും. ഇതിൽ വേറെ ഒന്നുണ്ട്. ആകെ അവന് സംസാരിക്കാവുന്നത് യേശുത്താത്തിയോടാണ്. പക്ഷെ അതിന് പരിമിതിയുണ്ട്. ഒരളവിൽ കൂടുതൽ അവർക്ക് തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മാഷ് കുറേ ചരിത്ര പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവൻ അറിയാതെ ചരിത്രത്തിലൊരു അഭിനിവേശം വരികയാണ്. അതിനാണ് മാഷക്കൊടുവിൽ കുറ്റബോധം തോന്നുന്നത്. കാരണം ഈ അവൻ്റെ ഈ ഓരോരുത്തർക്കും ഓരോ ആവേശം വരുന്നത് എന്ത് വിഷയത്തിലാണെന്ത് എന്നൊക്കെയാണ് പിന്നീടല്ലേ മനസ്സിലാവുന്നത്. അപ്പോൾ അഭിനയിച്ചൊക്കെ ചരിത്രം വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഭാവന ഉണർന്നു. അതെ അതെ അതെ. അപ്പോൾ അവന് തോന്നി ഞാൻ കപ്പലിൽ പോയിട്ടുണ്ട്, കപ്പൽ ജപ്പാൻകാർ ബോംബിട്ടുണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ തോന്നി. അപ്പോൾ അതെ, അവൻ അതിൻ്റെ നേതാജി ബോസിനെ കണ്ടിട്ടുണ്ട്. ഭാവനയുടെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ ഭാവനയ്ക്ക് അതിരില്ലല്ലോ. പ്രത്യേകിച്ചും ഒരു അസാമാന്യമായ നമ്മളെ ഇപ്പം എന്തുകൊണ്ട് യേശുത്താത്തി ഇത് കാണുന്നില്ല, മാഷ് ഇത് കാണുന്നില്ല, പക്ഷെ ഇവൻ കാണുന്നുണ്ട്. അവൻ്റെ മനസ്സങ്ങനെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ ഈ അസ്വസ്ഥമായ മനസ്സുകളുടെ യാത്ര, അതാണ് പാണ്ഡവത്തിൽ. അത് തന്നെയാണ് അസ്വസ്ഥമായ അതാണ് ഞാൻ പറയാറുള്ളത്. അശാന്തമായ മനസ്സുകളുടെ യാത്ര കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. അതാണ് ഇവർ കളിയാക്കി പറയാനല്ലോ, ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ സ്കാനറൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന്. മനസ്സെന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ.